നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സർക്കാർ ജീവനക്കാരുടെ മുടങ്ങിയ ശമ്പളം തിങ്കളാഴ്ച ലഭിച്ചേക്കും. പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. പ്രതിഷേധം കടുപ്പിക്കാൻ ജീവനക്കാർ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. സിൻജോ ജോൺസൺ പിടിയിലായത് കരുനാഗപ്പള്ളിയിൽ നിന്ന്. സർവകലാശാലയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധം ഫലം കണ്ടു. തൃപ്പൂണിത്തുറയിൽ മക്കൾ ഇറക്കിവിട്ട അമ്മ വീട്ടിൽ തിരിച്ചു കയറി. ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച. ന്യൂസ് 18 ഇംപാക്ട്. തിരൂരിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധന തുടരുന്നു. ഇടുക്കി കുറ്റിയാർവാലിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി. വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൊല്ലം കൊട്ടാരക്കരയിൽ മോഷ്ടാക്കൾ പിടിയിൽ. പിടിയിലായത് ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന 4 അംഗ സംഘം. സകലമാന കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ ആദ്യം ഈ മണിക്കൂറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളമില്ല. ശമ്പളം കിട്ടാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. പണം ഇല്ലാത്തതിനാൽ ട്രഷറി അക്കൗണ്ട് മരവിപ്പിച്ചു. 97,000-ത്തിലധികം പേർക്കാണ് ആദ്യ ദിനം ശമ്പളം കിട്ടേണ്ടിയിരുന്നത്. ട്രഷറിയിലേക്ക് പണം എത്തിക്കാൻ തിരക്കിട്ട നീക്കം ഇപ്പോൾ നടക്കുകയാണ്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർക്കാർ ജീവനക്കാർ. സർക്കാർ ധവളപത്രം പുറത്തിറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ മുടങ്ങും എന്ന് തങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞതാണ്. ശമ്പളം വരെ മുടങ്ങുന്ന വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തുകയാണ്. വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയാൻ. യഥാർത്ഥ സ്ഥിതി എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ, ധവളപത്രം പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ധനമന്ത്രിയുടെ കൂടി ഒരു വിശദീകരണം വന്നിരിക്കുകയാണ്. പെൻഷനും ശമ്പളവും മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാലാണ് ശമ്പളം പിൻവലിക്കാൻ കഴിയാത്തത്. ഈ മാസം കിട്ടേണ്ട 13,600 കോടി കേന്ദ്രം നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി അതിന് കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. കേസിന് പോയില്ലായിരുന്നെങ്കിൽ കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയിട്ട് പറഞ്ഞിട്ട് പണം തരാതിരിക്കും ആവശ്യമുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ശമ്പളം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ജീവനക്കാർ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സെൻസർ ബോർഡ് നോട്ടീസ്. സിനിമയുടെ പേരിൽ നിന്ന് ഭാരതം എന്ന് മാറ്റണമെന്നാണ് നിർദ്ദേശം. ഡാനി പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഡാനി, ഭാരതം എന്ന വാക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ പല വിധത്തിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ സിനിമയുടെ പേരിൽ നിന്ന് ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ എന്ത് വിശദീകരണമാണ് ഈ സെൻസർ ബോർഡ് അതിനോട് ചേർത്ത് പറയുന്നത്? ഇതിൽ സെൻസർ ബോർഡ് പ്രത്യേകിച്ചൊരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇതിൽ ഈ പേരിൽ ഭാരത സർക്കാർ എന്ന അതിൽ ഭാരത എന്നുള്ള ആ ഒരു വാചകം മാറ്റണമെന്നുള്ളതാണ്, വാക്ക് മാറ്റണമെന്നുള്ളത്. നമ്മളിപ്പോൾ ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഓഫീസിലാണ്. ഇതാണ് അതിൻ്റെ ഒരു പോസ്റ്റർ. ഇപ്പോൾ അവർ ഈ ഇത് വെട്ടിവെച്ചിരിക്കുന്നത് ഇതേപോലെ പോസ്റ്ററിൽ ഇനി ഒട്ടിച്ചാൽ മാത്രമേ അവർക്ക് സിനിമ പുറത്തിറക്കാൻ കഴിയൂ എന്നൊരവസ്ഥയിലാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇത് 8-ാം തീയതിയോടുകൂടി റിലീസിന് തയ്യാറെടുക്കുന്നു. നമുക്കൊപ്പം ഈ അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെയുണ്ട്. സംവിധായകൻ ടി വി രഞ്ജിത്ത്, സുധീഷ് സുധി, നടൻ, ഇവരെല്ലാവരും തന്നെ അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെയുണ്ട്. ഇതിൽ
വലിയ നിരാശയിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി അതിനുശേഷമാണ് സെൻസർ ബോർഡിന് നോട്ടീസ് വരുന്ന സംവിധാനത്തിലേക്ക് തുടങ്ങാൻ. രഞ്ജിത്ത്, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടീസിൻ്റെ ഒരു കാരണം പറയുന്നത്? അവർ കാരണമൊന്നും പറയുന്നില്ല. അവർക്ക് സിനിമയിലൊരു കട്ടുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ ഭാരതം എന്ന് കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അതാണ് നമുക്ക് കൺഫ്യൂഷൻ. എന്ത് ചെയ്ത് ഈ ഒരു പ്രതിസന്ധി മറികടക്കും? എന്താണ്? അല്ല, ഭാരതം കാണിക്കാതെ നിങ്ങൾ പേര് വെച്ചോ, അപ്പം ഭാരതം മാസ്ക് ചെയ്യുക, അല്ല വേറെ വഴിയില്ല. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഹോർഡിംഗ് ഒക്കെ കയറി കഴിഞ്ഞു. ഇനി അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തെങ്കിലും സെൻസേഷനായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഭാരത സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ പറയാവുന്ന രാഷ്ട്രീയപരമായ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണോ ഇതിൻ്റെ ഇതിവൃത്തം എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവർ ക്ലീൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ. ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് പേര് മാറ്റണം എന്ന് പറയുക. അതിന് ആൻസർ ഇല്ല അവർക്ക്. അതാണ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. നമുക്ക് സുധീഷ് സുധീഷ്, ഇതിൽ പലപ്പോഴും ചില ഇടപെടലുകൾ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു സിനിമാ മേഖല എന്നെല്ലാം തന്നെ ഒരു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന, ആരോപണങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു കാര്യവും സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? ചേട്ടനിപ്പോൾ നമ്മളെ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ചേട്ടനൊരു കാര്യം ചോദിച്ചാൽ ഇത്രയും ബോർഡുകൾ കണ്ടു, അപ്പോൾ ഇനി എന്താ ചെയ്തത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാരതം എന്നുള്ള മാസ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ തലയിൽ കൈവച്ചു. അപ്പോൾ നമ്മൾ അന്ന് സെൻസർ ചെയ്യുന്ന ദിവസം നമ്മൾ കൈകൂപ്പി പറഞ്ഞു നമ്മളൊരു വിവാദത്തിലേക്ക് തള്ളിവിടല്ലേ, നമ്മളിതെല്ലാവരും കാണേണ്ട പടമാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്ത് സർക്കാർ, കേരള സർക്കാർ എന്നിട്ടോ കർണാടക സർക്കാർ എന്നിട്ടോ ഭാരത സർക്കാരിന് ഉപയോഗിക്കാൻ പാടില്ല. ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്ന ഒരു സിനിമയുടെ കണ്ടന്റിലൊരു പ്രശ്നമില്ലാത്ത സിനിമയുടെ ഒരു ഇതിലാണ് ഭാരതം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പറ്റാത്തത്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സിനിമയുടെ കഥ രൂപം കൊണ്ടതിന് ശേഷം അത് ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യും, അതിൻ്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ സെൻസറിന് പോയി. സെൻസർ ഇത് നമ്മളെ ട്രെയിലർ സെൻസറിന് പോകുമ്പോൾ അതങ്ങനെ ഓക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് ഈ ഒരു സിനിമ സെൻസറിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് നമുക്ക് ആ സിനിമയോട് യാതൊരു പ്രശ്നവുമില്ല, കണ്ടന്റിൽ വിഷയമില്ല, പക്ഷേ നിങ്ങൾ ഭാരതം എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെവിടെയാണ് എന്താണ് ഇതിൻ്റെ ന്യായം എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ നല്ലോണം വളർത്തി, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ആ കുട്ടിയുടെ തലവെട്ടി മാറ്റണം. അതേ അവസ്ഥയാണ് നമ്മളുള്ളത്. ഇതിൽ കൂടുതൽ നമുക്ക് പ്രതികരിക്കാനോ നമ്മളിത് ഒരു പബ്ലിസിറ്റിക്കോ ഒന്നും നമ്മൾ അവരോട് പറയുന്നുണ്ട്. നമ്മളൊരിക്കലും ഒരു വിവാദത്തിലേക്ക് തള്ളിവിടില്ല എന്ന് അവരോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ അണിയർ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുന്നു. ഇതിലെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നത്, നിങ്ങളെ കുറേ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഒരു അവസാന മണിക്കൂറുകളിലാണ് നിൽക്കുന്നത്. എത്രത്തോളം പ്രതിസന്ധിയുണ്ട്? വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. അപ്പം നമ്മൾ ഈ ഒട്ടിച്ച പോസ്റ്ററുകളെല്ലാം ഇനി നമ്മൾ അതിനകത്ത് മാസ്ക് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇനി വരുന്നത്. ഇനി ഞങ്ങൾ തിങ്കളാഴ്ച റോഡുകളിൽ തന്നെ ഇറങ്ങി ഇത് കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഭാരത സർക്കാർ എന്നുള്ള ഇതിൽ ഭാരതം മാത്രം മാറ്റി ഒട്ടിക്കേണ്ട ഒരു സ്ഥിതിയിൽ, അതെ ഈ ഭാഗം മാത്രം നമ്മളൊരു കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ഇനി പ്രതിഷേധിക്കാൻ നമ്മളൊരു, അത് കേരളം മൊത്തം നമ്മൾ ഓൾറെഡി ഹോർഡിങ്ങും പോസ്റ്ററുകളും നമ്മുടെ ട്രെയിലറുകൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പം അതുപോലും പിൻവലിക്കണം. ഇനി ഭാരത സർക്കാർ എന്നൊരു പേരിൽ അത് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതെ ഇനി ചിലവേറുകയാണ്. നമ്മൾ ഇനി വേറെ പോസ്റ്റർ ഒട്ടിക്കാൻ നമ്മുടെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതിഷേധമായിട്ടൊരു കറുത്ത ഇത് വെച്ച് അത് മറയ്ക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഹോർഡിങ്സുകളെല്ലാം തന്നെ ഈ രീതിയിൽ മാറ്റേണ്ടി വരും. അത് അങ്ങനെ ഇനി അങ്ങോട്ട് ഇവർ തരുന്ന പേര് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് ഇവർ തന്നിരിക്കുന്ന പേര്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഭാരതം കവർ ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ട് കവർ ചെയ്ത് പിന്നെ ഈ ട്രെയിലറൊക്കെ എല്ലാ തിയേറ്ററിലും വിട്ടു, അതെല്ലാം പിൻവലിക്കേണ്ടി വരും. ഇതൊരു ചെറിയ കാര്യമല്ല ചേട്ടാ. എന്ന് വെച്ചാൽ ഇതൊരു വലിയ സ്റ്റാർ പടമല്ല. അപ്പോൾ നമ്മളൊരു പടം തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ശേഷം മാത്രമാണ് ആൾക്കാർ കൂടേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാദം തന്നെ നമുക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നത്. കാരണം നമ്മളൊരു എല്ലാ വിഭാഗം ജനങ്ങളും കാണേണ്ട ഒരു സിനിമയാണിത്. അപ്പോൾ ഞാനിപ്പോൾ കേരളീയ സമൂഹത്തിനോട് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ഈ പടം തിയേറ്ററിൽ കാണും. ഇതിൻ്റെ വിവാദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പടം തിയേറ്ററിൽ കാണുന്നതിലൊരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേരിട്ടതെന്ന് സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിലാവും. ഒരു മുൻവിധിയോടെ സമീപിക്കുകയാണോ ഈ ഭാരത സർക്കാർ ഉൽപ്പന്നം? അല്ലെങ്കിൽ ഇത് നേരത്തെ ഇതിന് സെൻസർ ബോർഡിന് പോകുമ്പോഴെല്ലാം തന്നെ അത്തരം സജഷൻസ് അവർക്ക് വരുത്താമായിരുന്നു? അല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മൾ പേരിട്ടപ്പോൾ തന്നെ പഴയ സെൻസർ ബോർഡ് അംഗങ്ങളോട്, അഡ്വക്കേറ്റ്സിനോട്, പിന്നെ ആ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്ന നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടന്റ് പറഞ്ഞപ്പോൾ അയ്യോ ഇതിലെന്താണ് പ്രശ്നം, ഇത് നല്ല കണ്ടന്റ്, ഇത് സർക്കാരിന് ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പം പറയും നിങ്ങളെ കണ്ടന്റിന് പ്രശ്നമില്ല, പേര് മാറ്റണം.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തകർത്തിരിക്കുകയാണ്. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ഈ സിനിമാക്കാരന് ഒരു വലിയൊരു എല്ലാവരും കലാകാരൻ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു എന്താ പറയേണ്ട ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ കടക്കിൽ കത്തിവെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് തീർത്തും എന്താണ് ഇനിയിപ്പോൾ ഒരു പോംവഴി എന്ന രീതിയിൽ ഇപ്പോൾ പേര് ഇങ്ങനെ മറയ്ക്കുന്നു. പക്ഷേ എത്രത്തോളം നിരാശപ്പെടുത്തുന്നുണ്ടായത്? ഇത് ഏറ്റവും വലിയ നിരാശ ഇതല്ലേ. നമ്മളാ പേര് ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചു, പിന്നെ ഹോർഡിങ് വെച്ച് എല്ലായിടത്തും പോസ്റ്ററൊക്കെ ഒട്ടിച്ചു. ഇപ്പം അവരത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് മാസ്ക് ചെയ്യേണ്ട വേറെ വഴിയില്ല. ഇപ്പോൾ അണിയറ പ്രവർത്തകരടക്കം നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെയധികം അത്രത്തോളം, കാരണം ഇത് 8-ാം തീയതി റിലീസ് ചെയ്യുന്നൊരു ചിത്രമാണ്. അവരെല്ലാ ഒരുക്കങ്ങളും തന്നെയും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററുകളിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആ തലക്കുറിപ്പ് തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. തുടക്കം മുതൽ പറഞ്ഞിരുന്ന പേരിൽ നിന്ന് പിന്നാക്കം പോകുമ്പോൾ ഇത് എന്തിനാണ് എന്ന് പോലും വിശദീകരിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. ഇത് പേര് മാറ്റണം, അല്ലെങ്കിൽ ഭാരത് എന്നുള്ള ആ ഭാഗം മാത്രം ഒഴിവാക്കണമെന്ന രീതിയിൽ പറയുമ്പോൾ അതിനൊരു വിശദീകരണക്കുറിപ്പ് പോലും ഇല്ലാതെയാണ് സെൻസർ ബോർഡിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകിയ ചിത്രത്തിന് ഒടുവിൽ വന്നിരിക്കുന്ന തിരിച്ചടി ഇതാണ്. തീർച്ചയായും ഡാനി പോളാണ് അണിയറ പ്രവർത്തകർക്കൊപ്പം ചേർന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. സെൻസർ ബോർഡ് അവരുടെ ടൈറ്റിലിൽ ഭാരതം എന്നുള്ള ആ വാക്കിൽ തന്നെ കത്രിക വെച്ചിരിക്കുകയാണ്. ചിത്രം 8-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഈ അവസാന നിമിഷം എല്ലാ ഹോർഡിങ്സും ബോർഡുകളും ട്രെയിലറും ഒക്കെ അത്തരത്തിൽ പേര് തിരുത്തി മാറ്റി ഇറക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല. വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഡാനി പോൾ അണിയറ പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളോട് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. സിൻജോ ജോൺസനെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പുറമെ ഒളിവിലുണ്ടായിരുന്ന 4 പ്രതികളിൽ ഒരാളായ RS കാശിനാഥൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇനി 5 പ്രതികളെയാണ് കണ്ടെത്താനുള്ളത്. ഇതിനിടെ ഒളിവിലുള്ള പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സംഭവത്തിൽ 31 വിദ്യാർത്ഥികൾക്ക് സർവകലാശാല പഠനവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടെ പ്രതികളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സർവകലാശാലയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇന്നലെ നമ്മളെ തേടിയെത്തിയ വളരെ വേദനിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു തിരൂരിൽ നിന്ന്. 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊന്നു എന്നുള്ളത്. എന്തായാലും കുഞ്ഞിനെ കൊന്ന കേസിൽ പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ്. കുഞ്ഞിന്റെ അമ്മയ്ക്കും കാമുകന്റെ അച്ഛനമ്മമാർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ്. കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധന തൃശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. തൃപ്പൂണിത്തുറ തൈക്കുടത്ത് വൃദ്ധമാതാവിനോട് മകളുടെ ക്രൂരത. ഏറെ നേരം വീട്ടിൽ കയറാനാകാതെ പുറത്തുനിന്ന അമ്മയ്ക്ക് രാത്രി ഏറെ വൈകി വീട് കുത്തി തുറന്ന് അകത്ത് കയറേണ്ടി വന്നു. തൈക്കുടം സ്വദേശിനി സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന RDOയുടെ ഉത്തരവ് ഉണ്ടായിട്ടും താക്കോൽ കൈമാറാൻ മൂത്ത മകൾ തയ്യാറായില്ല. RDO തലത്തിൽ ഇന്നും ചർച്ച നടക്കും. എന്തായാലും ന്യൂസ് 18ന്റെ ഒരു ഇമ്പാക്ട് വാർത്ത കൂടിയാണിത്. ന്യൂസ് 18ന്റെ കൃത്യമായ സമയത്തുള്ള ഒരു ഇടപെടൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ ഇടയുണ്ടാവുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആ രാത്രി തന്നെ എന്തായാലും ആ അമ്മയ്ക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇടുക്കി മൂന്നാർ കുറ്റിയാർ വാലിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി. രാത്രിയോടെയാണ് കുട്ടിയാന അടക്കമുള്ള കൂട്ടമിറങ്ങിയത്. റോഡിലിറങ്ങിയ ആന അതുവഴി എത്തിയ വാഹനങ്ങൾ അരമണിക്കൂറോളം തടഞ്ഞിട്ടു. കഴിഞ്ഞ ദിവസം കോളനി ഭാഗത്ത് നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടമാണ് രാത്രിയോടെ കുറ്റിയാർ വാലിയിൽ എത്തിയത്. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ് ഇടുക്കി മൂരിക്കാട് കുടിസ്കൂള്. കാട്ടുപന്നികൾ കൂട്ടമായി എത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 20ഓളം പന്നികളാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലെത്തിയത്. പന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴിലേക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത്. പന്നികളെ നിയന്ത്രിക്കാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വനത്തിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് കുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പന്നി തട്ടിയിടും എന്നുള്ള കാര്യം ഉറപ്പാണിപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു 10-20 പന്നി
പന്നികൾ കൂട്ടത്തോടെ വന്ന് ഈ പരിസരത്ത് നിന്നും ആക്രമണത്തിന് സത്യത്തിൽ എന്താ അനുഗ്രഹം കൊണ്ട് തന്നെ കുട്ടികൾ രക്ഷപ്പെട്ടെന്ന് വേണേൽ പറയാം. കൊല്ലം കൊട്ടാരക്കരയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി വന്ന സംഘത്തിലെ 4 പേർ പിടിയിൽ. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സംഘം മോഷണം നടത്തി വന്നിരുന്നത്. ചിതറ പേഴുമൂടുള്ള വീട്ടിൽ നിന്നും ലോറിയുടെ ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു കടത്തിയ പ്രതികളാണ് പിടിയിലായത്. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സംഘം മോഷണം നടത്തി വന്നിരുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. എന്നാൽ ഇത്തവണ മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്ത് ഉഷ്ണതരംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും. പസഫിക് സമുദ്രത്തിൽ എൽ നിനോ തുടരുമെന്നും പ്രവചനം. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അമ്മ ശ്രീപ്രിയ, കാമുകൻ ജയസൂര്യ, ജയസൂര്യയുടെ അച്ഛൻ കുമാർ, അമ്മ ഉഷ എന്നിവരാണ് പ്രതികൾ. പാലക്കാട് അട്ടപ്പാടി മേലേബൂതയാറിൽ ആദിവാസി യുവതിയെ കാട്ടാൻ ആക്രമിച്ചു. മേലേബൂതയാർ ഊരിലെ വീരയെയാണ് ആക്രമിച്ചത്. പുല്ലുവെട്ടാൻ കാട്ടിൽ പോയപ്പോഴായിരുന്നു ആക്രമണം. വീരയെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയത്ത് MC റോഡിൽ കുമാരനല്ലൂരിൽ വാഹനാപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് ടിപ്പർ കടയിലേക്ക് ഇടിച്ചു കയറി. രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. കേന്ദ്ര ഗവൺമെന്റിന്റേത് പ്രവാസി വിരുദ്ധ നിലപാടെന്ന ആരോപണം. കേരള പ്രവാസി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ. സംസ്ഥാന സെക്രട്ടറി R ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു FCയെ നേരിടും. ആദ്യ 4ലേക്ക് തിരികെ എത്താൻ ലക്ഷ്യമേറ്റ് ബ്ലാസ്റ്റേഴ്സ്. വൈകിട്ട് 6:30 മുതൽ മത്സരം ന്യൂസ് 18ൽ തത്സമയം കാണാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിൻജോ ജോൺസണും കാശിനാഥും പിടിയിൽ. ഇനി പിടികിട്ടാനുള്ളത് സൗദ് റിസാൽ, അജയ് കുമാർ എന്നിവരെ. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. മടങ്ങിയെത്തിയപ്പോൾ തിരുവനന്തപുരം ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ 9 ദിവസം നീണ്ടുനിന്ന കാളിയൂട്ട് മഹോത്സവം സമാപിച്ചു. ക്ഷേത്ര മൈതാനത്ത് നടന്ന നിലത്തിൽ പോര് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ചിറയൻകീഴിൽ എത്തി. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ച പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശി കുട്ടമ്പുഴ ടൗണിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കാക്കനാട് ബെന്നി ജോസഫാണ് അനിശ്ചിതകാല സമരം നടത്തിയത്. കോതമംഗലം തഹസിൽദാർ AN ഗോപകുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. റോഡ് ഗതാഗത യോഗ്യമാക്കുക, പട്ടയം നൽകുക, പാലം നിർമ്മിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. എറണാകുളം കോതമംഗലം വടാട്ടുപാറ റോക്ക് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. 10 അടിയോളം നീളമുണ്ട്. പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലിയാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്കൂളിന് സമീപം ശുചിമുറി മാലിന്യം തള്ളിയവർ പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശികളാണ് പിടിയിലായത്. ആലിപ്പറമ്പ് സ്വദേശികളായ വിജേഷ്, മജീദ് എന്നിവരാണ് പിടിയിലായത്. 500ഓളം CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയവർ പിടിയിലായത്. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കോതമംഗലം പ്രൈവറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ LDFന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സമിതി അംഗം S സതീഷ്, ആന്റണി ജോൺ MLA അടക്കമുള്ളവർ പങ്കെടുത്തു. ഇടുക്കി പൂപ്പാറയിൽ തീപിടുത്തം. എസ്റ്റേറ്റ് പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. വില്ലേജ് ഓഫീസിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ഹോസിനാണ് തീപിടിച്ചത്. ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ടിരുന്ന ഹോസുകൾക്കാണ് തീപിടിച്ചത്.
തീ പടരാൻ കാരണം വ്യക്തമല്ല. സമീപത്തേക്ക് തീ പടരാതിരിക്കാൻ പ്രദേശവാസികൾ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. വയനാട്ടിൽ അടച്ചിട്ട ഇക്കോ ടൂറിസം സെന്ററുകൾ തുറക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ്. തുറക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാകണം. കുറുവ ദ്വീപിലെ താൽക്കാലിക വാച്ചറായ പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടത്. വയനാട് 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെന്നലോട് വാർഡിൽ വയസ്സഴക് 2024 എന്ന പേരിൽ വയോജന സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി നീലഗിരി കോളേജ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷമീം പാറക്കണ്ടി അധ്യക്ഷത വഹിച്ചു. വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം ചേന്തി റെസിഡൻസ് അസോസിയേഷൻ അന്നം പുണ്യം പദ്ധതി ആരംഭിച്ചത്. റെസിഡൻസിന്റെ ദേശീയപാതയോട് ചേർന്ന പ്രധാന കവാടത്തിൽ അലമാരയിൽ എന്നും പൊതിച്ചോറുകൾ കരുതി വയ്ക്കും. ആവശ്യമുള്ളവർക്ക് ഇവിടെ എത്തി ഭക്ഷണവുമായി മടങ്ങാം. വിശക്കുന്നവന്റെ ഉള്ളറിയുന്ന അന്നം പുണ്യം പദ്ധതി ശ്രദ്ധേയമാകുകയാണ്. ആരും വിശന്നിരിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ചേന്തി റെസിഡൻസ് അസോസിയേഷനാണ് പദ്ധതി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി ദിവസവും 50 പൊതിച്ചോറ് ദേശീയപാതയോട് ചേർന്ന പ്രധാന കവാടത്തിന്റെ മുൻവശത്തുള്ള ഗ്ലാസ് അലമാരയിൽ കരുതും. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് പൊതിച്ചോറ് എടുത്തുകൊണ്ടുപോകാം. എന്നാൽ കൂടുതൽ പേർ ആഹാരത്തിന് വേണ്ടി എത്തിയാൽ റെസിഡൻസിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ പൊതിച്ചോറെത്തും. പൊതിച്ചോറിന് പുറമെ ബ്രെഡ്, ബിസ്ക്കറ്റ്, കുടിവെള്ളം തുടങ്ങിയവയുമുണ്ടാകും. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടുപോകുന്ന കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ ആവിഷ്കരിച്ച വിശപ്പ് രഹിത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അന്നം പുണ്യം പദ്ധതി ആവിഷ്കരിച്ചു. ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് വലഞ്ഞു വരുന്ന ആർക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു സൗകര്യമാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെസിഡൻസിലെ 500ഓളം അംഗങ്ങളാണ് ഇവ തയ്യാറാക്കുന്നത്. ആഴ്ചയിൽ 1 പൊതിച്ചോറ് വീതം ഒരംഗത്തിന്റെ വീട്ടിൽ നിന്നും എത്തിക്കും. വരും ദിവസങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണവും തയ്യാറാക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റെസിഡൻസ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പാർക്കിൽ സമയവും ചെലവിടാം. അരയന്നങ്ങൾ, വർണ്ണ മത്സ്യങ്ങൾ, മുയലുകൾ, ഗിനിപ്പന്നി, ലവ് ബേർഡ്സുകൾ തുടങ്ങി കൗതുക കാഴ്ചകളാണ് ചെറു പാർക്കിലുള്ളത്. ഇതിനു പുറമെ പാതയോരത്തെ വായനശാലയിലിരുന്ന് പുസ്തകവും വായിക്കാം. ചുമർ ചിത്രങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഇതിനോടകം നടപ്പാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ഉപ്പുതറയിൽ 2 വർഷം മുമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതോടെ തോട്ടം മേഖലയിലെ 150ഓളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടുകയാണ്. 1 മാസമായി കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണിവർ. ഇടുക്കി ഉപ്പുതറ 27 പുതുവൽ പ്രദേശത്ത് 500 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ 1000 രൂപ നൽകണം. ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ താണ്ടി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും തലച്ചുമടായി വെള്ളം എത്തിക്കുകയാണ്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 2021-22 നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചീന്തലാർ പുഴക്കരയിൽ കുളവും ടാങ്കും നിർമ്മിച്ചു. തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ പഞ്ചായത്തിന് കൈമാറി. മോട്ടോർ വിതരണ പൈപ്പ്, വൈദ്യുതി എന്നിവയ്ക്ക് 2022-23 പഞ്ചായത്ത് 5.5 ലക്ഷം രൂപ വകയിരുത്തി. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ അനുവദിച്ച തുക പാഴായി. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിലാണ് ഈ കുളം ഇവിടെ കിടക്കുന്നത്. അതന്നെയുമല്ല, ഈ കുരിശുമലയുടെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണിത് വെച്ചിട്ടുണ്ട്. ആ ടാങ്ക് അവിടെ പണിത് വെച്ചു, കുളം ഇവിടെ കുത്തിയിട്ടു എന്നല്ലാതെ ജനത്തിന് യാതൊരു പ്രയോജനവുമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മുടക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഈ വാർഡിലുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരമുണ്ടാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ് എന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും പണി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിനാൽ പ്രതിസന്ധി തുടരുകയാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷം.